പുസ്തകവും പേനയുമാണ് നമ്മുടെ ആയുധങ്ങൾ. ഒരു കുട്ടിക്കും ഒരു അധ്യാപകനും ഒരു പുസ്തകത്തിനും ഒരു പേനയ്ക്കും ഈ ലോകത്തിനെ മാറ്റിമറിക്കാൻ കഴിയും. വിദ്യാഭ്യാസം മാത്രമാണ് ശാശ്വതമായ പരിഹാരം. ഇത് പറഞ്ഞത് ക്രൂരമായ ആക്രമണത്തിന് വിധേയയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയാണ്. 2013 ഒക്ടോബർ മാസം 11-ാം തീയതി അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയെ നേരിൽ സന്ദർശിക്കാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ഈ പെൺകുട്ടി പറഞ്ഞു, നിങ്ങൾ പാകിസ്ഥാനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഡ്രോൺ ആക്രമണം അവസാനിപ്പിക്കണമെന്ന്. പാക് ഭരണാധികാരികൾ കാണിക്കാത്ത ചങ്കൂറ്റവും ധൈര്യവുമാണ് ആ പെൺകുട്ടിക്കുണ്ടായിരുന്നത്. മലാല യൂസഫ്സായി. സ്വാഗതം. ഇത് ജോസ്കോ ജുവലേഴ്സ് അശ്വമേധം പവേർഡ് ബൈ സാറാസ് കറി പൗഡർ. ആദരണീയനായ നമ്മുടെ നോബൽ ഗൈഡ്, മലയാളിക്ക് മുഖവുരകളില്ലാത്ത പ്രിയങ്കരൻ ശ്രീ വി.കെ. ശ്രീരാം. ഈ വിത്രയിലെ എൻ്റെ സഹയാത്രിക IT ഗൈഡ് നിമ്മി അരുൺ ഗോപൻ. ഹായ്. മലാല നിർഭയമായാണ് ലോകത്തോട് സംസാരിച്ചത്. നിർഭയമായ മനസ്സോടെ, ഉയർത്തിപ്പിടിച്ച ശിരസ്സോടെ ലോകത്തിനോട് സംസാരിക്കാൻ നമുക്കും കഴിയണം. ചിലപ്പോഴൊക്കെ ചില നേരുകൾ ചിരിയിൽ ഒളിപ്പിച്ചും ചിരിയിൽ പൊതിഞ്ഞും പറയേണ്ടി വരും. ആ ചിരിക്കൊടുവിൽ ചിതറിത്തെറിക്കുന്ന അഗ്നിസ്ഫുലിംഗങ്ങളുണ്ട്. ഉച്ചത്തിൽ സംസാരിക്കും. ഒരു ജനതയുടെ ആത്മാവിഷ്കാരമായ കൈരളി TV-യുടെ പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ട ലൗഡ് സ്പീക്കറിലൂടെ ചിരിച്ചും ചിന്തിപ്പിച്ചും തീക്കനലുകൾ എറിഞ്ഞും സംസാരിക്കുന്ന ഒരു വ്യക്തിയെയാണ് ഇന്ന് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. നമുക്ക് ക്ഷണിക്കാം ഈ വേദിയിലേക്ക് കാണാൻ പോകുന്ന വലിയൊരു പൂരക്കാഴ്ചയ്ക്ക് തിരികൊളുത്താൻ പ്രിയപ്പെട്ട സൽപ്പേര് സുശീല. പ്ലീസ് വാക്ക്. നല്ലത് മാത്രം പറയുകയും നല്ലത് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ഞാൻ സൽപ്പേര് സുശീല. അറിവിന്റെ നല്ല പാഠങ്ങൾ പറഞ്ഞു തരുന്ന അശ്വമേധത്തിൽ ഞാൻ വരുന്നു. എല്ലാം പറയുന്നു സുശീല. സൽപ്പേര് സുശീല, താങ്കളുടെ ഈ പ്രോഗ്രാം ലൗഡ് സ്പീക്കർ കാണുമ്പോഴെല്ലാം താങ്കളുടെ മുഖം കാണുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് മറ്റൊരാളെയാണ്. അത് ചിലപ്പോൾ അങ്ങനെയാണ്. നമുക്ക് ചില കാര്യങ്ങൾ കാണുമ്പോൾ അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത ചിലതൊക്കെ ആയിരിക്കും ഓർമ്മ വരുന്നത്. അതിന് ഈ ലിങ്ക്ഡ് മെമ്മറി എന്നൊക്കെ, ബന്ധിപ്പിക്കുന്ന ഓർമ്മ എന്നൊക്കെ പറയാം. എന്തോ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്കെപ്പോഴും വല്ലാത്തൊരു കുട്ടിത്വവും നിഷ്കളങ്കതയും ഒക്കെയാണ് കൂടുതൽ തോന്നാറുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് മലാല യൂസഫ്സായിയെ ഓർമ്മ വരും. ഇത് സൽപ്പേര് സുശീലയ്ക്ക് എൻ്റെ സമ്മാനം. ഞാൻ മലാലയുടെ ആത്മകഥ. സോ സുശീല, അശ്വമേധത്തിൻ്റെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം ഈ ദിവസം പങ്കുചേരുന്നതിൽ സന്തോഷം. പക്ഷേ വിജ്ഞാനത്തിൻ്റെ ഈ വിസ്മയ പൊതിയിൽ സുശീലയുടേതായ ഒരുപാട് അത്ഭുതങ്ങൾ ഞങ്ങൾ കാത്തിരിക്കുന്നു, ആഗ്രഹിക്കുന്നു. യാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഇവരെ ഒന്ന് വിരട്ടിയാലോ? കഥകളി അറിയാലോ? അറിയാം. നവരസങ്ങൾ ഒന്ന് കാണാം. ശൃംഗാരം. ഹാസ്യം. ശ്രീ വി.കെ. ശ്രീരാമൻ കണ്ടില്ല ഹാസ്യം? അങ്ങോട്ടുകൂടി നോക്കി. കണ്ടു. കരുണം. രൗദ്രം. രൗദ്രം. വീരം. വീരം. അടുത്തത് ഭയാനകം. ഭയാനകം.
സോ സുശീല, ഇനി ഒരുപാട് കാര്യങ്ങൾ കാണാനും കേൾക്കാനും ഉണ്ട്. അതിനു മുൻപ് യാഗഭൂമി ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് തിരികെ എത്തണം. റെഡി? റെഡി. ഓൾ ദി ബെസ്റ്റ്. കേട്ടത് മധുരം നിറഞ്ഞത് തന്നെ, കണ്ടതും അതെ, കാണാനിരിക്കുന്നത് കൂടുതൽ മധുരതരമാണ്. യാഗം. സുശീല ആ സ്ഫടിക ഗോളത്തിൽ നിന്നും ഏതെങ്കിലും ഒരു വിഷയം സുശീലയ്ക്ക് സ്വന്തമാണ്. മിർ റിയൽട്ടേഴ്സ് നൽകുന്ന 1000 രൂപയുടെ ആദ്യ പുരസ്കാരത്തിന് പറയൂ, എന്താണ് ആ വിഷയം? പരിസ്ഥിതി. പരിസ്ഥിതി എന്ന വിഷയമാണ് സുശീല തിരഞ്ഞെടുത്തത്. നമ്മുടെ സാമൂഹിക പരിതസ്ഥിതികളെയാണ് സുശീല പലപ്പോഴും വെല്ലുവിളിക്കാറുള്ളതും ചൂണ്ടിക്കാണിക്കാറുള്ളതും, അല്ലെ? സിംഹവാലൻ കുരങ്ങുകളുടെ വംശനാശം വല്ലാതെ സമൂഹത്തിനെ വേദനിപ്പിക്കാൻ കാരണമാക്കിയ ഒരിടമാണ് കോടനാട്. നേരോ നുണയോ? നുണ. അതെന്താ അങ്ങനെ? ഞാൻ നുണ പറയുന്ന ഒരാളാണത് കണ്ടപ്പോ തോന്നിയോ? അല്ല, പിന്നെ കോടനാടല്ല എന്നർത്ഥം. സുശീല പറഞ്ഞ ഉത്തരം 100% ശരിയാണ്. Congratulations, Susila. You have won ₹1,000 from Mir Realtors. കോടനാട്ടിൽ ഒരുപാട് പക്ഷികളുണ്ട്, പക്ഷേ വംശനാശം നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ കോടനാട്ടിലില്ല. നിശബ്ദ താഴ്വരയിലാണ് അതുള്ളത്. തിരികെ നിക്ഷേപിച്ചുള്ളൂ ആ വിഷയം. ഇനി സെക്കൻഡ് ബൗൾ, രണ്ടാം കടമ്പ. ഒരുപാട് പേരെ കൊന്നു കൊലവിളിക്കുന്ന ഒരാളല്ലേ? ചന്ദ്രൻ. മൂൺ. ചന്ദ്രൻ. ഏറ്റവും വലിയ മൂൺ, ഏറ്റവും വലിയ ചന്ദ്രൻ സ്വന്തമായുള്ളത് ഞാൻ ഈ പറയുന്നതിൽ ആർക്കാണ്? ചൊവ്വ, വ്യാഴം. Which has the biggest moon? വ്യാഴം. വ്യാഴം ശരിയായ ഉത്തരമാണ്. വ്യാഴത്തിന്റെ മൂൺ, വ്യാഴത്തിന്റെ ഉപഗ്രഹം തന്നെയാണ് വലുത്, ചൊവ്വയുടേതല്ല. മിർ റിയൽട്ടേഴ്സിന്റെ 2500 രൂപ സുശീലയുടെ കയ്യിൽ. സുഭദ്ര. The third ball. പുരസ്കാരങ്ങൾ. പുരസ്കാരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ വി കെ ശ്രീരാമൻ, സുശീല ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തിന്റെ, മാധ്യമ പരിപാടിയുടെ എല്ലാം സത്യത്തിലെ ആവിഷ്കർത്താവ് കുഞ്ചൻ നമ്പ്യാർ തന്നെയാണെന്ന് പറയാം, അല്ലേ സാർ? അപ്പോ തുള്ളൽ പഠിച്ചിട്ടുണ്ടോ? ആ സ്വാധീനം തന്നെയാണ് ഈ പരിപാടിയൊക്കെ ചെയ്യാൻ കാരണം. ഞാൻ കുഞ്ഞിലെ ഒരു 8 വയസ്സ് തൊട്ട് തുള്ളൽ പഠിക്കുന്നുണ്ട്. ഇപ്പോഴും അമ്പലങ്ങളിലൊക്കെ ചെയ്യണുണ്ട്. കേക്കട്ടെ. കല്ലും മരങ്ങളും തല്ലിത്തകർത്തുകൊണ്ടുല്ലാസമോടങ്ങു ചെല്ലുന്ന നേരത്ത് പന്തണി കൊങ്കമാർ പന്തി നിരക്കവേ പന്തടിക്കുന്നതും ചിന്തു പാടുന്നതും. ആരാണ് അങ്ങ് ചെല്ലുന്നത്? ഭീമൻ. ഭീമനാണ്. ഭീമൻ എന്തിനാണ് പോകുന്നത്? സൗഗന്ധിക കല്യാണ സൗഗന്ധികം അന്വേഷിച്ചാണ്. ഭീമൻ ചെന്നപ്പോ അവിടെ ഒരു വൃദ്ധനായ വാനരൻ കിടന്നു, അല്ലേ? ഗദ കൊണ്ട് അതിന്റെ ആ പുച്ഛാഗ്രം, വാലിന്റെ അറ്റം ഒന്ന് മാറ്റാൻ നോക്കി, പറ്റിയില്ല. ഞെരിഞ്ഞത് വാലോ ഭീമന്റെ ഗദാഗ്രമോ? ഒന്ന് ഉലഞ്ഞത് ഭീമന്റെ കരളിനകത്തിരുന്ന് കളിയാക്കി ചിരിച്ച സൈരന്ധ്രിയാണോ? എനിക്കറിയില്ല. അപ്പോ പുരസ്കാരങ്ങളെ കുറിച്ചാകട്ടെ ചോദ്യം. റെഡി? ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ഞാൻ ഈ പറയുന്നതിൽ ആരാ? 3 ചോയ്സ്. ഹരിവംശറായ് ബച്ചൻ, കോവിലൻ, ശിവരാമക്കാരൻ. ഇതിൽ ആർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്? ഒന്നുകൂടി ഓപ്ഷൻ പറയൂ. ഹരിവംശറായ് ബച്ചൻ, അമിതാഭ് ബച്ചന്റെ അച്ഛനും വലിയ കവിയുമായിരുന്നു ഹരിവംശറായ് ബച്ചൻ. കോവിലൻ, കോവിലൻ എന്ന് പറഞ്ഞാൽ ശ്രീ വി കെ ശ്രീരാമനൊക്കെ ഇങ്ങനെ ഉൾപ്പുളകം കൊള്ളും. അദ്ദേഹത്തിന്റെ വളരെ അടുത്ത ആളാണ്, മീൻസ് നാട്ടുകാരനാണ്, അല്ലേ?
പിന്നെ ഞാൻ പറഞ്ഞു മൂന്നാമത് ശിവരാമകാരൻ. അതാകാൻ സാധ്യത ഉണ്ടെന്ന് തോന്നുന്നില്ല. എന്നാ മൂന്നാമത്തെ ഓപ്ഷൻ തന്നെ ശിവരാമകാരൻ. അതാകാൻ സാധ്യതയില്ല. എന്നെ തെറ്റിക്കാൻ നോക്കിയതല്ലേ? ആണോ? ആ, സാധാരണ ഈ മത്സരാർത്ഥികളെല്ലാം എങ്ങനെയെങ്കിലും വഴി തെളിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. പക്ഷെ സുശീലയുടെ കാര്യത്തിൽ സത്യത്തിൽ ഞാൻ തെറ്റിക്കാൻ നോക്കിയത് തന്നെയാണ്. യുവർ ആൻസർ ഈസ് അബ്സല്യൂട്ട്ലി കറക്റ്റ് സുശീല. You won ₹5,000 from Mir Realtor. ഇനി ഒരു കടമ്പ കൂടിയുണ്ട്. 10,000 രൂപയുടെ ആ കടമ്പ ഒരു കാഴ്ചയാണ്. കാണാം. ഇതാരാണ് എന്നല്ല കേട്ടോ ചോദ്യം. ഉത്തരം പറയാൻ വന്നു. ആരാ ഇത്? ജോൺ എബ്രഹാം. ജോൺ എബ്രഹാം. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം ജോൺ എബ്രഹാം എന്ന ഉന്മാദിയായ വ്യക്തിത്വത്തെക്കുറിച്ച്, ഈ ഉജ്ജ്വലനായ കലാകാരനെ കുറിച്ച്, ഈ കാതലുള്ള ധിക്കാരിയെക്കുറിച്ച് എവിടെ ജോൺ എന്ന കവിത എഴുതിയത്? തരിക നീ പീതസായന്തനത്തിന്റെ നഗരമേ നിന്റെ വൈദ്യുതാലിംഗനം, കൊടികളൊന്നുമില്ലാതെ കോശങ്ങളിൽ തുരിശുമീർച്ചപ്പൊടിയും നിറച്ചു നിൻ തുറമുഖത്തിൽ അണയുകയാണ് എന്റെ കുപിത യൗവനത്തിന്റെ ലോഹനൗകകൾ എന്ന് എഴുതിയത് ആരാണ്? ബാലചന്ദ്രൻ ചുള്ളിക്കാട്. ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആണോ? ആണ്. പരിചിതമായ ചാരായശാലയിൽ നരകതീർത്ഥം പകർന്നു കൊടുക്കുന്ന പരിശയോട് ഞാൻ ചോദിച്ചു, ഇന്ന് ജോൺ ഇവിടെ വന്നുവോ? പൊട്ടിച്ചിരിച്ചുകൊണ്ടൊരു പരിചയം ഗ്ലാസു നീട്ടുന്നു, ഇത് ചെകുത്താന്റെ രക്തം കുടിക്കുക. എവിടെയായിരുന്നു ഇത്രനാളും കവേ? ഇവിടെ ഉണ്ടായിരുന്നു ജോൺ. ഒരു ബൊഹീമിയൻ ഗാനം പകുതിയിൽ പതറി നിർത്തി അവനിറങ്ങിപ്പോയി എന്ന് എഴുതിയത് ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്ന ഉത്തരം 100% ശരിയാണ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 10,000 രൂപയുടെ ക്യാഷ് അവാർഡ് സൽപ്പേര് സുശീല ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. 10,000 രൂപ സ്വന്തമാക്കി നിൽക്കുന്ന സുശീല യജ്ഞ വേദിയിലേക്ക് കടന്നു വരാനുള്ള ചങ്കൂറ്റം കാണിക്കുമോ, അതോ മത്സരത്തിൽ നിന്ന് പിൻവാങ്ങുമോ? കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. സൽപ്പേര് സുശീലയുടെ തീരുമാനമറിയാൻ രസകരമായ നിമിഷങ്ങളിലൂടെയുള്ള വൈജ്ഞാനിക യാത്രയിൽ യാഗവേദിയിൽ നിന്നും യജ്ഞവീഥിയിലേക്ക് എത്തുമോ സൽപ്പേര് സുശീല എന്നറിയാം. കൗണ്ട് ഡൗൺ. Thumbs up is the sign. Suseela, please walk in with bold steps. അല്ലപ്പാ, ഇത് ഞാൻ ആരോടാണ് ഇത് പിൻവാങ്ങുന്നോ ഇല്ലയോ എന്ന് കാത്തിരിക്കാൻ നോക്കിയത്. സുശീലയ്ക്ക് ആരെയാ പേടി? ആ, നിങ്ങൾ എന്താ വിചാരിച്ച്? ശരി സുശീല, ഒരു വിഷയം എടുക്കുമോ? അതിൽ നിന്ന് എന്നോട് പറയരുത് കേട്ടോ ഏതാണ് വിഷയം. സുശീല മാത്രം കണ്ടാൽ മതി ഇക്കുറി വിഷയം. റെഡി? സുശീലയ്ക്ക് ഒരു വ്യക്തിയുടെ പേര് മനസ്സിൽ വിചാരിക്കാം. ആ വിഷയവുമായി ബന്ധപ്പെട്ട വ്യക്തിയുടെ പേര് അത് ശ്രീ VK ശ്രീരാമൻ അംഗീകരിക്കുകയും സുശീലയ്ക്ക് മത്സരയാത്രയ്ക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ മത്സരത്തിലേക്ക് കടക്കും. യു ക്യാൻ ഗോ ടു ദ ജൂറി ആൻഡ് ഗെറ്റ് ഇറ്റ് അപ്രോച്ച്. സുശീല ലൗഡ് സ്പീക്കറിൽ സംസാരിക്കുന്നത് പോലെ ആ ഒരു ടാഗ് ലൈൻ ഉണ്ടല്ലോ, നിങ്ങളുടെ നേരി പറയുന്നതിന്റെ ഒരു ടാഗ് ലൈൻ ഒന്ന് പറഞ്ഞേ. ഞാൻ സൽപ്പേര് സുശീല. നല്ലത് മാത്രമേ പറയൂ, നല്ലത് മാത്രമേ ചിന്തിക്കൂ. ഞാൻ തന്ന ഈ ഉപഹാരം പക്ഷെ മറന്നിവിടെ വെച്ചിട്ടാ പോയി. അത് മറന്നു വെച്ചതല്ല, ഞാൻ തിരിച്ചു വരും ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ്. ഞാൻ അങ്ങനെ തോക്കുന്നില്ല. സുശീല നല്ലത് മാത്രം പറയുന്ന, നല്ലത് മാത്രം ചിന്തിക്കുന്ന സുശീല വിചാരിച്ച ആ വ്യക്തിയുടെ പേര് പാനൽ ഒരു സുയോഗ്യതയ്ക്ക് വിധേയമാക്കുന്നു. അംഗീകരിക്കുന്നു? അംഗീകരിക്കുന്നു. പ്ലീസ്. ജീവിതത്തിൽ സുശീല ഏറ്റവും കൂടുതൽ ചിരിച്ചിട്ടുള്ളത് എപ്പോഴാണ്? ചിരിച്ചിട്ടുള്ളതോ? എപ്പോഴും ചിരിയാ. എപ്പോഴും ചിരിയാ. അതിൽ ഏറ്റവും കൂടുതൽ ചിരിച്ചത് എപ്പോഴാണ്? അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിച്ചില്ല.
അപ്പോൾ ആലോചിക്കണം, പാവപ്പെട്ട ചലച്ചിത്ര താരങ്ങളെയും വ്യക്തികളെയും സാംസ്കാരിക നേതാക്കളെയും ഒക്കെ പ്രമുഖരായ എല്ലാവരെയും ലൗഡ് സ്പീക്കറിലൂടെ ക്രൂരമായ വിചാരണകൾക്ക് വിധേയയാക്കുന്ന സുശീല ചിലപ്പോഴൊക്കെ വിചാരണ ചെയ്യപ്പെടേണ്ടി വരും അല്ലേ? അങ്ങനെയാണ്. പക്ഷേ സാറ് പറഞ്ഞ ഒരു കാര്യം, ക്രൂരമായിട്ട് അങ്ങനൊന്നല്ല. എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ അത് വളരെ ഒരു കോമഡി ഷോ, അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അത് ഈ കോമഡി അല്ല, അതൊരു കോമഡി അല്ല, അതൊരു സറ്റയറാണ്, ആക്ഷേപഹാസ്യം തന്നെയാണ്. അപ്പൊ നമ്മള് ക്രൂരം എന്ന നെഗറ്റീവ് അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. ക്രൂരമായ പരിഹാസ ശരങ്ങൾ എയ്തു കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയില്ലേ? അങ്ങനെയാണെങ്കിൽ കാരണം പല സ്ഥലത്തും ചെല്ലുമ്പോ ഇങ്ങനെ എൻ്റെ അടുത്ത് അടുപ്പുള്ളവരൊക്കെ ചോദിക്കേ, പിന്നെ മോളെ അത് വേണ്ടാന്ന് വെക്കൂട്ടോ, കാരണം അവരൊക്കെ വലിയ ആൾക്കാരാണ്, നിനക്ക് കൊട്ടേഷൻ വരെ തരും, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് എൻ്റെ അടുത്ത്. അപ്പൊ ഞാൻ പറയാം, അത് അങ്ങനത്തെ അതൊരു പ്രോഗ്രാമാണ്, പല സോഷ്യൽ മീഡിയാസിലും അതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടിയല്ലേ, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ എൻ്റെ കസിൻസ് പലരും എന്നെ വിളിച്ചിട്ട് അയ്യോ ഇനി വേണ്ടാന്ന് വെക്കുന്ന, അത് കുറച്ച് പ്രോബ്ലം ആണെന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. നമുക്ക് തുടങ്ങാം. റെഡി, സ്റ്റഡി, ഗോ. സുശീല വിചാരിച്ച വ്യക്തി പുരുഷനാണോ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. മാണി മാധവ ചാക്യാരൊന്നും അല്ലല്ലോ അല്ലേ? എനിക്ക് അറിയായിരുന്നു അത് ചോദിക്കുന്നത്, അതുകൊണ്ട് ഞാൻ വിചാരിച്ചില്ല. ആണല്ലേ. കലയാണോ? പക്ഷെ കല തന്നെയാണ്. നൃത്തരൂപങ്ങളിലൊന്നും? കഥകളി, ഓട്ടൻതുള്ളൽ? അതെ. അദ്ദേഹം 1980 ശേഷമാണോ മരിച്ചത്? സംശയം. ലൈഫ് ലൈൻ ആണ്. പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടായിരുന്നു? നമ്മൾ ഈ കീഴ്പ്പടം എന്നൊക്കെ പറയില്ലേ, സ്ഥലം, ആളുകളുടെ പേരിനോടൊപ്പം വീട്ടുപേരോ സ്ഥലപ്പേരോ ഉണ്ട്. അതുകൊണ്ട് അശ്വമേധം കണ്ടിട്ടുണ്ടോ? പണ്ട് കണ്ടിട്ടുണ്ട്. ഞാനേ സാറിനെ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കണം എന്ന് വിചാരിച്ചിട്ടോ. ഞാൻ ഇപ്പം താഴെ വന്നപ്പോഴും ഇങ്ങനെ പറയായിരുന്നു, ഇതെങ്ങനെ ഓർത്ത് വയ്ക്കുക. എനിക്ക് ഇന്നലത്തെ കാര്യം പോലും ചിലപ്പോൾ മറന്നു പോകും. പുസ്തകമൊക്കെ വായിച്ചാലും ഞാനും വായിക്കും, പക്ഷെ പിറ്റേ ദിവസം ചോദിക്കുമ്പോൾ ഈ വർഷം ഒന്നും എനിക്ക് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഈ കുറേ ആളുകളെ കുറിച്ചെല്ലാം ഓർമ്മയുണ്ട്, എന്താണ് ഇതിൻ്റെ ഒരു സീക്രട്ട് എന്നുള്ളത്. ഇതുവരെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല ആർക്കും. കാരണം നമ്മുടെ ഈ ഒരു ഓർമ്മയുടെ രഹസ്യമാണ് നമ്മുടെ ഒരു പ്രൊഫഷണൽ സീക്രട്ട്. 14 വർഷമായി അശ്വമേധം പല രീതിയിൽ പല ഭാഷകൾ ചെയ്യുന്നത് കൊണ്ട് ഇതാരോടും പറഞ്ഞില്ല. എന്നാൽ ഈ രണ്ടാം വരവിൽ സൽപ്പേര് സുശീല മുഖത്ത് നോക്കി ചോദിക്കുമ്പോൾ ആ രഹസ്യം കേരളത്തിലെ പ്രേക്ഷകർക്ക് മുന്നിൽ തുറന്നു പറയാനുള്ള സമയമായി. TCDI എന്നതാണ് എന്തും മറക്കാതെ ഓർമ്മിക്കാനുള്ള ഷോർട്ട് കട്ട്. അത് പരിശീലിച്ചാൽ സുശീലയ്ക്കും എന്തും മറക്കാതെ ഓർമ്മിക്കാം. പക്ഷെ അതെന്താണെന്ന് പറഞ്ഞു തരണ്ടേ? സിനിമ കാണാറുണ്ടോ സുശീല? ഇഷ്ടപ്പെട്ടൊരു മലയാള സിനിമയുടെ പേര് പറയൂ. ഇഷ്ടപ്പെട്ട സിനിമ ചിത്രം കണ്ടിട്ടുണ്ടോ? ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കുറെ കാലമായില്ലേ കണ്ടിട്ടത്? പക്ഷെ ഇപ്പോഴും ഓർമ്മയില്ലേ ചിത്രം? ഗുഡ്. നന്നായിട്ട് കൈയടിച്ച് എല്ലാവരും. കാരണം കുറെ കാലങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമ ഇപ്പോഴും ഓർമ്മിച്ചിരിക്കുന്നു. അല്ല, അത് ഓർമ്മയുണ്ടാവും. അതാ നമ്മളുടെ. അതുകൊണ്ട് വേറെ എന്തോ ചോദിക്കാം. നീ പത്രം വായിക്കാറുണ്ടോ? ഏതാ പത്രം വായിക്കുന്നത്? വീട്ടില് ദേശാഭിമാനി. ഇന്നലത്തെ ദേശാഭിമാനിയുടെ ഫ്രണ്ട് പേജിലെ രണ്ടാമത്തെ വാർത്ത എന്തായിരുന്നു? ഇന്നലെ ഞാൻ വായിച്ചില്ല. ശരി, മിനിങ്ങാന്നത്തെ പ്രധാന വാർത്ത എന്തായിരുന്നു? ഓർമ്മയില്ല. 3-4 വർഷങ്ങൾക്ക് മുമ്പ് കണ്ട സിനിമ ഓർമ്മയുണ്ട്, ഇന്നലെ വായിച്ച പത്രം ഓർമ്മയില്ല. എന്താ പ്രശ്നം? നമുക്കൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കാം. സിനിമ എങ്ങനെ കണ്ടുവെന്ന്. സിനിമ നമ്മൾ കാണുകയായിരുന്നില്ല. തമാശ വന്നപ്പോൾ അടുത്തിരുന്ന ആളുടെ തുടയിലൊക്കെ അടിച്ച് ചിരിച്ചു, ഇന്നലെ സോറി പറഞ്ഞു. സങ്കടം വന്നപ്പോൾ മോഹൻലാൽ എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമെന്നൊക്കെ സോമനോടൊക്കെ ചോദിക്കുന്ന രംഗം വന്നപ്പോൾ പതിയെ കർച്ചീഫ് സുശീല കണ്ണൊക്കെ തുടച്ചു. ടെൻഷൻ വന്നപ്പോൾ യു ആർ നോട്ട് സിറ്റിംഗ് ഇൻ ദ ചെയർ, യു ആർ സിറ്റിംഗ് ഓൺ ദ ചെയർ. പിറകിരുന്നാൾ തലയിലിട്ട് അടിച്ചപ്പോഴാണ് താന്നിരുന്നത്. വിവാഹത്തിനൊക്കെ മുമ്പല്ലേ അത് കണ്ടതല്ലേ?
പ്രായമാണ്. അപ്പോൾ പ്രണയരംഗങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കും വരും ഒരു സമയം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു. ദാറ്റ് മീൻസ് ആ കാലഘട്ടത്തിൽ സിനിമ കണ്ടപ്പോൾ. അപ്പോൾ ആ സിനിമ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടപ്പോൾ സുശീലയല്ല എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ആ സിനിമ കണ്ടത്. ദാറ്റ് മീൻസ് അവർക്കൊരു TCDI അഥവാ ഓർമ്മയുടെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ആ വാക്കുണ്ടായിരുന്നു. ടോട്ടൽ ആൻഡ് കംപ്ലീറ്റ് ഡെഡിക്കേറ്റഡ് ഇൻവോൾവ്മെന്റ്. പൂർണ്ണവും സമഗ്രവും ആത്മാർപ്പണത്തോടു കൂടിയുള്ളതുമായ ലയനം സാധ്യമായി. മരിച്ചാലും മറക്കില്ല സിനിമയുടെ പേര്, കഥ. കാരണം മനസ്സിൽ ഇത് കിടക്കുന്നത് ഒരു ലയനമാണ്. പക്ഷെ പത്രം വായിച്ചപ്പോൾ പിന്നെ ആളെ വേറെ കാര്യമുണ്ട്, ആളെ പോയി ലൗഡ് സ്പീക്കർ. അപ്പോൾ അവിടെ TCDI ഇല്ലാതിരുന്നു. എനിക്ക് 90 വയസ്സായി എന്നിരിക്കട്ടെ, സുശീലക്കറിയാം എനിക്ക് 26 വയസ്സേ ആയുള്ളൂ എന്നറിയാം. അല്ല, എന്നാലും 90 ആയി എന്ന് വിചാരിച്ചോളൂ. എൻ്റെ 5ാമത്തെ വയസ്സിൽ എൻ്റെ അമ്മ മരിച്ചുപോയി എന്നിരിക്കട്ടെ. അപ്പോൾ ഞാൻ അമ്മയെ കണ്ടിട്ട് ഇപ്പോൾ എത്ര വർഷമായി കാണും? 85 വർഷമായി കാണും. ഞാൻ അമ്മയുടെ പേര് മറക്കും, സുശീലയാണെങ്കിൽ മറക്കും. കാരണം അത് നമുക്കൊരു IE അഥവാ ഇൻവോൾവ്ഡ് ഇമോഷനാണ്. നമ്മൾ ലയിച്ചു ചേർന്ന ഒരു വികാരമാണ്. ബാക്കി വായിക്കുന്നതൊക്കെ SI മാത്രമായി പോകുന്നു, സൂപ്പർഫിഷ്യൽ ഇൻഫർമേഷനായി മാറുന്നു. എല്ലാ അറിവുകളെയും അമ്മയെപ്പോലെ ഹൃദയത്തിൽ സൂക്ഷിക്കാൻ കഴിയുന്ന TCDI ഉണ്ട് എങ്കിൽ ഈ പ്രപഞ്ചത്തിൽ ഒന്നും മറക്കില്ല നമ്മൾ ആരും എന്നത് മാത്രമാണ് ഓർമ്മശക്തിക്കുള്ള ഫോർമുല. താങ്കൾ വിചാരിച്ച വ്യക്തിയുടെ പേര് K അഥവാ G എന്ന അക്ഷരങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരിന്റെ ഒരു ഭാഗം ആരംഭിക്കുന്നുണ്ടോ? കുമാരന്റെ Kയിലോ ഗോപാലന്റെ Gയിലോ ആരംഭിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇല്ല. 2000-ന് ശേഷമാണോ മരിച്ചത്? അല്ല. 80-ന് ശേഷമാണ്, 2000-ന് ശേഷം അല്ല. അല്ലേ? അദ്ദേഹം എറണാകുളം, തൃശ്ശൂർ ജില്ലകളിൽ ഒന്നിലുള്ള ആളാണോ? അല്ല. ഈ ഓട്ടൻതുള്ളലാണോ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു. പക്ഷെ അതിനുപരിയായി മറ്റ് കലാരൂപങ്ങളിലും അദ്ദേഹം വളരെ പ്രസിദ്ധമായ പ്രാഗൽഭ്യം പ്രകടിപ്പിച്ച ഒരാളാണ്. അതെ. അതാണ് ഈ ഓട്ടൻതുള്ളലിൽ കിടന്ന് മനസ്സ് കിടന്ന് കുരുക്കിയിട്ടതാണ് എന്നെ, അല്ലേ? അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കുന്ന, അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്ന പ്രശസ്തമായ സ്ഥാപനങ്ങൾ, കലാകേന്ദ്രങ്ങൾ തലസ്ഥാന ജില്ലയിലുണ്ട്. തലസ്ഥാന ജില്ലയിൽ ഇല്ല. ശരിയല്ലേ? ഇല്ല. കഥകളിയും അനായാസമായി വഴങ്ങുമായിരുന്നു അദ്ദേഹത്തിന്. ആണോ? ഇല്ല. എന്നാൽ ഓട്ടൻതുള്ളൽ അല്ലാതെയുള്ള കലാരൂപങ്ങൾ വളരെ പ്രസിദ്ധമായ രീതിയിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഉണ്ട് എന്നാണ് പറഞ്ഞത്. നൃത്തരൂപം തന്നെയാണ് എന്ന് പറയാൻ പറ്റില്ല. ചലച്ചിത്ര കലയുമായോ നാടകവുമായോ ശക്തമായ ബന്ധമുണ്ടായിരുന്നു അദ്ദേഹത്തിന്? ഉണ്ട്. രണ്ടായിരത്തിന് മുൻപെയാണ് മരിച്ചത് എന്ന് പറഞ്ഞു. അത് ശരിയാണെന്നല്ലേ സർ? ശരിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന പ്രശസ്തി ഓട്ടൻതുള്ളലാണ് എന്ന സുശീലയുടെ അഭിപ്രായത്തിനോട് ശ്രീ VK ശ്രീരാമൻ യോജിക്കുന്നു. പ്രധാന പ്രശസ്തി ഓട്ടൻതുള്ളൽ തന്നെയാണ്, നാടകവും മറ്റുമൊന്നുമല്ല. ചലച്ചിത്രങ്ങളിൽ അദ്ദേഹം വേഷമിട്ടിട്ടുണ്ട്? ഇല്ലെന്നാണ് എൻ്റെ അറിവ്. ഇല്ല എന്നാണ്. ഈ ഓട്ടൻതുള്ളൽ അല്ലാതെ വളരെ പ്രസിദ്ധമായ മറ്റു കലകളിൽ ഉണ്ട് എന്ന് പറഞ്ഞത് ആ കല നാടകം തന്നെയാണോ? ആണ്. ബന്ധുക്കൾ ആരെങ്കിലും പ്രശസ്തരാണോ? അതെ. വളരെ പ്രശസ്തനായ, അതുപോലെ ഇദ്ദേഹം മരിച്ചപ്പോൾ ഇദ്ദേഹത്തിന് 60 വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ? സംശയമുണ്ട്. ഡൗട്ട്ഫുള്ളാണ്. 18 ചോദ്യങ്ങൾ ആയി കഴിഞ്ഞു. ചോദ്യങ്ങൾ പൂർത്തിയായി. 18 അടവുകളും പയറ്റിത്തെളിഞ്ഞ സുശീലയോട് ഒരു 19ാമത്തെ ചോദ്യം ചോദിക്കാൻ എനിക്ക് അവസരവും ഇല്ല, അല്ലേ? ഇല്ല. സുശീല ഇനി
സുശീലയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ നിന്നും നോബൽ ഗൈഡ്, നിങ്ങളുടെ വിജയത്തിൻ്റെ വഴികാട്ടിയായ ശ്രീ VK ശ്രീരാമൻ എന്നെ വിലക്കുകയും തടയുകയും ചെയ്തു. കാരണം നിയമം എന്നെ ഇനി ചോദ്യം ചോദിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ. കൺഗ്രാറ്റുലേഷൻസ് സുശീല. പറയൂ. മലബാർ രാമൻ നായർ, മലബാർ വി രാമൻ നായർ. നമ്മൾ ഇന്ന് കാണുന്ന ഓട്ടം തുള്ളലിൻ്റെ ഫോമിലേക്ക് നമ്മുടെ തുള്ളലിനെ കൊണ്ടുവന്നത്. പിന്നെ ഏറ്റവും ഓർക്കേണ്ടത്, അദ്ദേഹത്തിൻ്റെ തുള്ളൽ കണ്ടിട്ട് വള്ളത്തോള് കലാമണ്ഡലത്തിൽ അത് പഠിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും അത് സാധിച്ചില്ല. പിന്നെ ഡൽഹിയിൽ നെഹ്റു തുള്ളൽ കാണുകയും വള്ളത്തോളിനോട് ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ പറ്റി അന്വേഷിക്കുകയും അങ്ങനെ കലാമണ്ഡലത്തിൽ തുള്ളൽ തുടങ്ങുകയും അവിടെ രാമൻ നായരാശാന്റെ ചിട്ടയിലാണ് ഇപ്പോൾ തുള്ളൽ പോകുന്നത്. മലബാർ രാമൻ നായർ കേരളത്തിലെ പ്രമുഖ ഓട്ടൻതുള്ളൽ കലാകാരന്മാരിൽ ഒരാളായിരുന്നു മലബാർ രാമൻ നായർ. കേരള കലാമണ്ഡലത്തിൽ ഓട്ടൻതുള്ളൽ പഠനം ആരംഭിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ചു. വെരി ഗുഡ് സെൽഫേർ സുശീല. കൺഗ്രാറ്റുലേഷൻസ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 25,000 rupees ക്യാഷ് അവാർഡ് ഇപ്പോൾ സുശീലയ്ക്ക്. ഇനി രണ്ടാം റൗണ്ടിൽ സുശീല വിചാരിക്കേണ്ടത് ഒരു വ്യക്തിയെയല്ല, പകരം ഒരു സംഭവമാണ്. ഈ സംഭവ ബഹുലമായതാണ് ഈ ലോകം. എന്തിന്, സുശീല തന്നെ ഒരു വലിയ സംഭവമല്ലേ. സുശീല ആ സ്ഫടികഗോളത്തിൽ നിന്നൊരു വിഷയം തിരഞ്ഞെടുത്തു. ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു സംഭവം മനസ്സിലോർത്തു. സുശീല ഓർത്ത ആ സംഭവം അംഗീകരിക്കുന്നുണ്ടോ ശ്രീ VK ശ്രീരാമൻ? അപ്രൂവ്ഡ്. ഇരിക്കും. സുശീല പാട്ട് പാടും അല്ലേ? ഞാൻ പാട്ട് പാടും. ഒരു പാട്ട് പാടാമോ? പാട്ട് പാടാം. എൻ്റെ അടുത്ത് സ്വതവേ എല്ലാവരും ഈ ഓട്ടംതുള്ളലൊക്കെ കളിക്കുന്നതുകൊണ്ട് പാട്ട് പാടൂലേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം ഞാൻ എപ്പോഴും എന്നോട് അടുപ്പുള്ളവരുടെ അടുത്താണ് കേട്ടോ പാടുന്ന ഒരു പാട്ടുണ്ട്. ക്ലാസിക്കലാണോ അതോ? അതെ, അത്യാവശ്യം സംഗതികളൊക്കെ ഉള്ള ശാസ്ത്രീയ സംഗീതമാണ്. അതെ, അത് ഇഷ്ടാവോ നിങ്ങൾക്ക്? അല്ല, മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ കഠിനം, വളരെ ബുദ്ധിമുട്ട്, കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊതുവേദികളിലൊന്നും പാടാത്തത്. എന്നാലും നോക്കാം, കേൾക്കാം. ശാസ്ത്രീയ സംഗീതം ഇഷ്ടമാണോ ശ്രീ VK ശ്രീരാമൻ? സഹിക്കാം. സഹിക്കാന്നോ? അതെന്താ അങ്ങനെ ഒരു വർത്താനം? ശാസ്ത്രീയ സംഗീതത്തിന്റെ ഒരു ഇതാണ്, നമുക്ക് നോക്കാം, കേൾക്കാം. ഓക്കെ, പക്ഷെ അതിന് മുന്നേ 1 2 3 സ്റ്റാർട്ട് എന്ന് പറയണം. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ എന്റെ പാട്ട് നിർത്തും. 1 2 3 4 5. കുക്കുറു കുക്കുറു കുറുക്കൻ കക്കറു കക്കറു കാറുമ്പൻ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ടു കൊതിച്ചു, നാക്കിൽ വെള്ളം കൊതിച്ചു, കൊമ്പത്തു നോക്കി നിന്നു, ദൂരെ നിന്നു കഥ പറഞ്ഞു. ചാർജിരിക്കണം, ഞാൻ ഇനി പാടില്ല. എത്ര കാലമായി? എന്ത്? ആരും കാണിച്ചില്ലല്ലേ? എന്ത്? എന്താണ് താങ്കൾ ഉദ്ദേശിച്ചത്? എന്നെ നിർബന്ധിച്ച് പാട്ട് പാടിപ്പിച്ചിട്ട് എത്ര കാലായിരുന്നോ? അല്ല, ശാസ്ത്രീയ സംഗീതമേ പഠിച്ചു തുടങ്ങിയിട്ട് ഒരുപാട് കാലമായല്ലേ? പക്ഷെ ആക്ച്വലി ഞാൻ പഠിച്ചായിരുന്നു കേട്ടോ. കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്നെ തോന്നി പാട്ട് എനിക്ക് പറ്റിയ മേഖല അല്ലാന്ന്. പക്ഷെ ഓട്ടംതുള്ളലിന് വേണ്ടിയിട്ട് അത്യാവശ്യം ശ്രുതി ചേർത്ത് പാടാൻ അറിയാൻ വേണ്ടി മാത്രം കുറച്ച് പഠിച്ചു, അത്രേ ഉള്ളൂ. ശരി, തുടങ്ങാം. സുശീല വിചാരിച്ചത് ഒരു നല്ല സംഭവമാണോ? അതെ, ആണ്. ഇന്ത്യയിൽ നടന്ന ഒരു സംഭവമാണോ? അതെ. കേരളത്തിൽ നടന്ന ഒരു സംഭവം? അതെ. 1950 ശേഷം നടന്നൊരു സംഭവമാണോ? അല്ല. 1900 ശേഷം നടന്ന സംഭവം? അതെ. കലയുമായി ബന്ധമുണ്ടോ ആ സംഭവത്തിന്? ഉണ്ട്. മുകുന്ദരാജയുമായി ബന്ധമുണ്ടോ ആ സംഭവത്തിന്? ഉണ്ട്. 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 മുകുന്ദരാജയുമായി ബന്ധമുണ്ട്. സുശീല വിചാരിച്ച ആ സംഭവം നടന്നത്
ഒരു വലിയ തുരുത്തിലാണോ? തുരുത്ത്? ഒരു വലിയ തുരുത്തിലാണോ ആ സംഭവം നടന്നത്? അല്ല. 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 വലുതല്ലെങ്കിൽ പിന്നെ വല്ല ചെറു തുരുത്തിയിലെങ്ങാനും ആയിരിക്കും. ആണോ? സുശീല വിചാരിച്ച ആ സംഭവം ഒരു ഉജ്ജ്വലനായ കവിയുടെയും ഒരു മഹാനായ വ്യക്തിയുടെയും ഒത്തുചേർന്നുള്ള ശ്രമഫലമായി കേരളത്തിൻ്റെ പാരമ്പര്യവും കേരളത്തിൻ്റെ കലയും ആഴത്തിൽ വരും തലമുറയ്ക്ക് ഉപയുക്തമാകുന്ന രീതിയിൽ വിദ്യാപ്രദാനം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രസ്ഥാനമായി മാറ്റുന്ന ശ്രമങ്ങൾക്ക് സാഫല്യമെത്തിയ ഒരു മനോഹര നിമിഷമാണ് അല്ലേ? ആണ് സർ? അതെ. കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപനമാണ് ആ സംഭവം, ശരിയാണോ? അതെ. കേരള കലാമണ്ഡലം 1930 വള്ളത്തോൾ നാരായണ മേനോനും മണക്കുളം മുകുന്ദരാജയും ചേർന്നാണ് ഈ സ്ഥാപനത്തിന് രൂപം കൊടുത്തത്. 1957 കലാമണ്ഡലത്തിന്റെ ഭരണം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് ഗ്രാൻഡ് ഇൻഗ്രേഡ് സ്ഥാപനമാക്കി. 1962 നവംബറിൽ കേരള ആർട്സ് അക്കാദമിയാക്കി ഉയർത്തി. ഡോക്ടർ KG പൗലോസാണ് കേരള കലാമണ്ഡലത്തിന്റെ പ്രഥമ വൈസ് ചാൻസലർ. അപ്പോ സുശീല, ഞാൻ ഈ അധ്യായം ആരംഭിച്ചപ്പോൾ പറഞ്ഞു, സുശീല ലൗഡ് സ്പീക്കറിൽ കാണുമ്പോഴും എൻ്റെ മനസ്സിൽ സുശീലയുടെ മുഖം കാണുമ്പോൾ ഒരു കുട്ടിയുടെ മുഖമാണ് ഓർമ്മ വരുന്നത്. മറക്കണ്ട, ഇത് വായിക്കണം തീർച്ചയായും. അപ്പൊ ഈ സമ്മാനം ഞാൻ തരുമ്പോൾ ഒരു പക്ഷേ നമ്മുടെ ഈ മത്സരത്തിന്റെ ഏതെങ്കിലും ഭാഗം വിട്ടുപോയിട്ടുണ്ടാകുന്ന കേരളത്തിലെ പ്രിയങ്കരായ പ്രേക്ഷകരിൽ ചിലരെങ്കിലും ഉണ്ടാകും. അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യും. അതിനു മുൻപ് ഇത് മിർ റിയൽട്ടേഴ്സിന്റെ ക്യാഷ് അവാർഡ്, ഇത് ഞങ്ങളുടെ സ്നേഹമാണ്. സുശീലയ്ക്കും സുശീലയുടെ മാധ്യമ പ്രവർത്തനങ്ങൾക്കും വളരെ ശക്തമായ പദയാത്രകൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. അശ്വമേധത്തിൽ സുശീലയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ആനന്ദിപ്പിച്ചതിന് നന്ദി പറയുന്നു. ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താ ഈ സൽപ്പേര് സുശീലയുടെ യഥാർത്ഥ പേരെന്താ? സ്നേഹ ശ്രീകുമാർ. ആണോ? അച്ചോടാ, അതാണ് സ്നേഹമുള്ള കുട്ടിയാ. ഇനി എത്തേണ്ട മത്സരാർത്ഥി ആര്? ഒരു അധ്യാപികയാണ്. കലാലയ വിദ്യാർത്ഥിനിയായിരിക്കുമ്പോൾ പ്രസംഗ ക്വിസ് മത്സരങ്ങളിൽ നിരവധി സമ്മാനങ്ങൾ കരസ്ഥമാക്കിയ ഒരു മികച്ച വിദ്യാർത്ഥിനിയായിരുന്നു. മികച്ച പ്രഭാഷകയാണ്, നന്നായി എഴുതും. പത്തനംതിട്ട ജില്ലയിൽ നിന്നെത്തുന്നു അശ്വതി. എൻ്റെ പേര് അശ്വതി. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ മലയാലപ്പുഴ എന്ന ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി എന്നിവരുണ്ട്. ഞാൻ MEd കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എൻ്റെ പഞ്ചായത്തിൽ തന്നെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ഗസ്റ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അശ്വമേധം കോട്ടയം എഡിഷനിലാണ് ഞാൻ പങ്കെടുത്തത്. അശ്വമേധത്തിൽ സെലക്ഷൻ കിട്ടിയത് തികച്ച ഒരു ഭാഗ്യമായി കരുതുന്നു. ഇതിൻ്റെ ഫൈനൽ പ്രൈസ് ലഭിക്കുകയാണെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ, അതൊരു പഞ്ചായത്ത് സ്കൂളാണ്, ഇപ്പോഴാണ് അവിടെ +2 അനുവദിച്ചത്. +2 അനുവദിച്ചെങ്കിലും ഒരു വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചറോ അല്ലാത്ത സൗകര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. സ്കൂളിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരു തുക നൽകുന്നതാണ്. അശ്വതി, പ്ലീസ് വാക്ക് ഇൻ. അശ്വതി ഇപ്പോ അധ്യാപികയായി ജോലിയിൽ പ്രവേശിച്ചു. അതെ, 2 ആഴ്ചയായിരുന്നു. എങ്ങനെയുണ്ട് പഠിപ്പിക്കുന്ന പ്രവൃത്തി? കുറച്ച് ബുദ്ധിമുട്ടാണ്. പഠിക്കാൻ എങ്ങനെയുണ്ടായിരുന്നു? ഇത്രയില്ലായിരുന്നു. പ്രയാസമില്ലായിരുന്നു. അപ്പോ എത്രയോ പ്രയാസപ്പെട്ട് കാണും അശ്വതി പഠിച്ച കാലത്ത് പഠിപ്പിച്ച ആളുകൾ. അതെ, തീർച്ചയായിട്ടും. ലോകത്തിലെ എല്ലാ അധ്യാപകരെയും ആദരവോടെ ശിരസ്സുകൊണ്ട് വണങ്ങി മനസ്സുകൊണ്ട് നമസ്കരിച്ച് നമുക്ക് ആരംഭിക്കാം വിജ്ഞാന യാഗം. വിശ്വവിജ്ഞാനത്തിന്റെ അശ്വമേധത്തിൽ ഇനി അശ്വതി യാഗം. അശ്വതി, യാഗത്തിലെ ആദ്യ റൗണ്ടിൽ
മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപയിൽ തുടങ്ങുന്ന ആദ്യ കടമ്പയിലേക്ക് കടക്കുന്നതിന് മുൻപ് ശ്രീ VK ശ്രീരാമൻ, അശ്വതി എന്ന ആരംഭിച്ചു തുടങ്ങിയ ഈ അധ്യാപികയ്ക്ക് താങ്കൾക്ക് എന്ത് നിർദ്ദേശമാണ്, എന്ത് ഉപദേശമാണ് നൽകാൻ? കുട്ടികളുടെ ഭാവി എന്താവുന്ന ഒരു അധ്യാപിക വിചാരിച്ചു തുടങ്ങിയാൽ അധ്യാപികയുടെ ഭാവി പോകും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക, കുട്ടികൾ പഠിക്കുകയാണെങ്കിൽ പഠിച്ചോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ സമാധാനമായിട്ട് ജീവിക്കാം. അവരെ കുട്ടികളായി തന്നെ നിലനിർത്തുക അല്ലേ? അല്ലാതെ അവരുടെ മുഴുവൻ നമ്മൾ ഏറ്റെടുക്കാൻ പോയാൽ അതെങ്ങും എത്തില്ല തോന്നുന്നു. നമ്മൾക്ക് അവരെ ഒരു അമ്മയെപ്പോലെ സ്നേഹിക്കുക, അവരുടെ വളർച്ചയിൽ നമ്മൾക്കൊരു ജിജ്ഞാസ ഉണ്ടായിരിക്കുക, അതിനപ്പുറത്തേക്കുള്ള ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ്. You can select yourself. കൃഷി, അഗ്രികൾച്ചർ. കൃഷി. ശരി, ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കേരളത്തിൽ ആദ്യമായി മരച്ചീനി കൃഷി നടപ്പിലാക്കിയത്, മരച്ചീനി കൃഷി കൊണ്ടുവന്നത് വിശാഖം തിരുനാൾ രാജാവാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. ശരിയാണ്. ശരിയാണെന്നാണ് ഉത്തരം. എവിടെയാണെന്നറിയോ അത്? തിരുവിതാംകൂറിൽ എവിടെയാണെന്നറിയോ? അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് അശ്വതി പറഞ്ഞ ഉത്തരം ശരിയാണ്. You have won ₹1000 from Mir Realtor. ശ്രീ VK ശ്രീരാമൻ, നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ തലസ്ഥാനത്തിലെ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ ഒന്നായ ജവഹർ നഗർ എന്ന സ്ഥലമാണ് ആദ്യമായി കേരളത്തിൽ മരച്ചീനി കൃഷി ചെയ്ത സ്ഥലം. ആ സ്ഥലത്തിന്റെ പേര് മരച്ചീനി വിള എന്നായി. പിന്നീടാണ് അത് നഗരവൽകൃതമായ ജവഹർ നഗറായി മാറിയത്. രണ്ടാമത്തെ ബൗളിംഗ്. ലോക ചരിത്രം. ശരി, ഓൾ ദ ബെസ്റ്റ്. ചരിത്രം ഇഷ്ടമാണല്ലേ? ഇഷ്ടമാണ്. സിറ്റി സ്റ്റേറ്റ്, നഗര രാഷ്ട്ര സങ്കല്പം ആവിഷ്കരിച്ചത് ആരാ? രണ്ടുത്തരങ്ങൾ തരാം, അതിൽ ശരി ഉത്തരമാണ് കണ്ടെത്തേണ്ടത്. ജൂലിയസ് സീസർ, പെരിക്ലീസ്. അശ്വതി പറഞ്ഞ ഉത്തരം ശരിയാണ്. എവിടെയായിരുന്നു അത്? ഗ്രീസിലാണ്. കറക്റ്റ്. മിർ റിയൽറ്റേഴ്സ് നൽകുന്ന 2500 രൂപ അശ്വതിക്ക് സ്വന്തമായി. മൂന്നാം ബൗൾ. നോക്കട്ടെ, കാണിക്കും. കടൽ മനോഹരമായൊരു വിഷയമാണ്. താങ്കളോടുള്ള എൻ്റെ ചോദ്യം, പാക് സ്ട്രെയിറ്റ് എന്ന കടലിടുക്ക് ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇടയിലാണ്? ഇന്ത്യ, ശ്രീലങ്ക. ചോയ്സ് വേണ്ട. വെരി ഗുഡ്. ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിലാണ് പാക് സ്ട്രെയിറ്റ്. കൃത്യമായി പറയാമോ പാക് സ്ട്രെയിറ്റ് ഏത് മുതൽ ഏതുവരെയാണെന്ന്? രാമസേതു. തലൈമന്നാർ, ശ്രീലങ്കയിലെ തലൈമന്നാർ മുതൽ ഇന്ത്യയിലെ ധനുഷ്കോടി വരെയാണ് അല്ലേ? അത് നീന്തിക്കടന്ന നീന്തൽ താരമാണ് മലയാളിയായ ശ്രീ SP മുരളീധരൻ. കൺഗ്രാറ്റുലേഷൻസ്, യു ഹാവ് വൺ ₹5000 ഫ്രം മിർ റിയൽറ്റർ. ഇനി നമ്മൾ 10000 രൂപയുടെ ദൃശ്യ കടമ്പയിലേക്ക് കടക്കുന്നു. റെഡി? വിശ്വജ്ഞാനത്തിന്റെ അശ്വമേധത്തിൽ അശ്വതിയുടെ മുന്നിലേക്കൊരു ദൃശ്യം. ശ്രദ്ധിച്ചു നോക്കിക്കൊള്ളൂ. തല താഴ്ത്തിയിട്ടുണ്ടോ? ഇല്ല. ആ ചിത്രം നോക്കൂ. അദ്ദേഹം നിൽക്കുന്ന പോസ്ചർ, അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ കോൺഫിഡന്റ് ആയ, ധീരനായ, സന്തോഷവാനായ ഒരാളിന്റെ മുഖമാണോ ഇപ്പോൾ അദ്ദേഹത്തിന്? അല്ല. അദ്ദേഹത്തിന്റെ കൈകൾ അദ്ദേഹം മുന്നിൽ കൂട്ടിക്കെട്ടിയിരിക്കുന്നു. ഈ ഒരു ബോഡി ലാംഗ്വേജ്, ഒരു കുറ്റബോധം നിലനിൽക്കുന്നുണ്ടോ അദ്ദേഹത്തിന്റെ മുഖത്ത്? ആരാണ് അദ്ദേഹം? അദ്ദേഹം എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്?
ക്ലൂ വേണം. അദ്ദേഹത്തിന്റെ പേരിന്റെ ആദ്യ ഭാഗം ലോകത്തിലെ വിസ്തൃതമായ ഒരു പുരസ്കാരത്തിന്റെ പേരാണ്. ഇദ്ദേഹം മഹാനായ ഒരു കായിക താരമാണ്. ഓസ്കാർ പിസ്റ്റോറിയസ്. ഓസ്കാർ പിസ്റ്റോറിയസ്. ശരിയായ ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്, യു വൺ rupees 10,000 ഫ്രം Realtors. അശ്വതി ഓസ്കാർ പിസ്റ്റോറിയസ് ലോക പ്രശസ്തനായ അത്ലറ്റ്, കൃത്രിമക്കാലിന്റെ സഹായത്തോടെ ഓടുന്ന ബ്ലൈഡ് റണ്ണർ. അദ്ദേഹം ഫെബ്രുവരി 14 വാലന്റൈൻ ദിനത്തിൽ അബദ്ധവശാൽ ബോധപൂർവമല്ലാതെ അദ്ദേഹത്തിന്റെ കൈത്തോക്കിൽ നിന്നിരുന്ന വെടിയുണ്ടകളാണ് അദ്ദേഹത്തിന്റെ പ്രണയിനിയുടെ ജീവൻ അപഹരിച്ചത്. ബോധപൂർവമല്ലാത്ത നരഹത്യയാണത് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തു. പക്ഷേ ഒരു നിമിഷത്തിന്റെ അബദ്ധം അല്ലെങ്കിൽ തെറ്റ് ജീവിതത്തിനെ വലിയ വലിയ വിജയങ്ങളിൽ നിന്നും പരാജയത്തിലേക്ക് അല്ലെങ്കിൽ വേദനയിലേക്ക്, ശിക്ഷയിലേക്ക് തള്ളി. വളരെ നിർണായകമായ തീരുമാനങ്ങൾ പലപ്പോഴും ഒരു നിമിഷം കൊണ്ടെടുക്കേണ്ടതല്ല. അശ്വതിയും ഇപ്പോൾ അത്തരം ഒരു തീരുമാനമെടുക്കലിന്റെ വക്കിലാണ്. 10,000 രൂപ Realtors ക്യാഷ് അവാർഡ് സ്വന്തമാക്കി കഴിഞ്ഞു അശ്വതി. ഇനി രണ്ടാം സെഗ്മെന്റായ യജ്ഞത്തിൽ വിപരീത സമസ്യയിൽ ഏർപ്പെടാൻ മുന്നോട്ട് പോവുകയും 25,000, 50,000, 1,00,000 എന്നീ സ്റ്റേജുകളിലേക്ക് കടക്കുകയും ചെയ്യാൻ അശ്വതി തയ്യാറാകും. പരാജയപ്പെട്ടാൽ അശ്വതിയുടെ സമ്മാനത്തുക 10,000-ൽ നിന്നും 2,500-ലേക്ക് താഴുകയും ചെയ്യും. അശ്വതിയുടെ മുന്നിലുള്ള നിർണായകമായ ആ തീരുമാനങ്ങൾക്ക് നമുക്ക് കുറേ നിമിഷങ്ങൾ കൊടുക്കാം. കൃത്യമായി പറഞ്ഞാൽ 24 മണിക്കൂർ സമയം. നാളെ രാത്രി അശ്വതിയുടെ തീരുമാനവുമായി അശ്വമേധത്തിൽ ഞാനുണ്ടാവും. ഒപ്പം നിങ്ങളും. ശുഭരാത്രി ഫ്രം GS.